തിരുവനന്തപുരം കുറ്റിച്ചൽ ആദിവാസി ഉന്നതികളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിലെ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസിന് ശുപാർശ. SC കമ്മീഷനാണ് ഈ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. NHM ഫണ്ട് അനുവദിച്ചതിലും ചെലവാക്കിയതിലും പൊരുത്തക്കേട് ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും. പ്രതീഷ്, എന്തൊക്കെ ക്രമക്കേടുകൾ സംശയിക്കുന്നുണ്ട്? സംസ്ഥാന വ്യാപക പരിശോധന കൂടി ഉണ്ടാകുമോ? ഷിഹാസ്, സംസ്ഥാനത്തെ ആദിവാസി ഉന്നതികളിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനാണ് കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയാണ് ആദിവാസി ഉന്നതികളിൽ ഇത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുക. പക്ഷേ ഈ മെഡിക്കൽ ക്യാമ്പിന്റെ മറവിൽ വലിയ ക്രമക്കേട് നടന്നു എന്നതാണ് ഉയരുന്ന പരാതി. തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ ക്യാമ്പിന്റെ പേരിൽ വലിയ ക്രമക്കേട് നടന്നുവെന്ന പരാതി SC കമ്മീഷൻ ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ DMO പ്രാഥമിക അന്വേഷണം നടത്തുകയും ആശുപത്രി ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്തു. പക്ഷേ ഈ റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് SC കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിവരാവകാശ രേഖയുടെ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി SC കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ വിവരാവകാശ നിയമപ്രകാരം ഈ മെഡിക്കൽ ക്യാമ്പിനായി 21 ലക്ഷം രൂപ നൽകി എന്നതാണ് NHMൽ നിന്ന് ലഭിക്കുന്ന മറുപടി. പക്ഷേ ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മറുപടി 8.9 ലക്ഷം രൂപ മാത്രമാണ് മെഡിക്കൽ ക്യാമ്പിനായി ചെലവാക്കിയതെന്നാണ്. അതായത് ഈ ചെലവാക്കിയ തുകയിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് SC കമ്മീഷൻ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിന് കമ്മീഷൻ സർക്കാരിലേക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഈ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ മെഡിക്കൽ ക്യാമ്പിന്റെ പേരിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് പ്രധാനമായും ആക്ഷേപമുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായ ഒരു പരിശോധനയ്ക്കും സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വൈകാതെ തന്നെ ഈ സർക്കാർ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനമെടുക്കും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാനും കഴിയുന്നത്. ഷിഹാസ. ശരി, തിരുവനന്തപുരം കുറ്റിച്ചൽ ആദിവാസി ഉന്നതികളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിലെ ക്രമക്കേട് അന്വേഷിക്കാനാണ് ഇപ്പോൾ വിജിലൻസിന് ശുപാർശ. MG പ്രതീഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടുകൂടി